കോൺഗ്രസ് BJP പറഞ്ഞത് ഇവർക്ക് ഡൽഹി മദ്യനയവുമായിട്ട് ബന്ധമുണ്ട്, ഇവരിവിടെ കൊണ്ടുവരാൻ പാടില്ല. അപ്പോ 3 സ്ഥലത്ത് 3 സംസ്ഥാനങ്ങളിലും അവർക്ക് പ്ലാന്റ് അനുവദിച്ചത് ആരാ? കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. അവരും ചെയ്യുന്നത് പോലെയല്ല ഞങ്ങൾ ചെയ്യുക. അതാണ് വ്യത്യാസം. ആ വ്യത്യാസം ഉണ്ട്. അല്ല, നിങ്ങൾ മറിച്ചുള്ള തെളിവ് കൊണ്ടുപോവാ, നിങ്ങൾ കൊണ്ടുപോവാ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു, അവര് ആയുധം വെച്ച് കീഴടങ്ങി. എന്നാ പിന്നെ മലയാള മനോരമയ്ക്കാവാം. ഒയാസിസ് കമ്പനിക്ക് ഈ അനുമതി കൊടുത്തത് അഴിമതി നടത്തിയിട്ടാണോ? പറയൂ, ആണോ? ഇപ്പൊ പറഞ്ഞോളൂ. അല്ല, അങ്ങനെ പറ്റില്ലല്ലോ. പുകമറയുണ്ടാക്കി പോരുത്. നിങ്ങൾ സംശയം അല്ലല്ല, അത് നിങ്ങളെ ഞാൻ ഇപ്പതാ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് ഇപ്പൊ പറയേണ്ട, നാളെ പത്രത്തിൽ എഴുതിയാൽ മതി. ക്ഷണിച്ചതല്ല, ഞങ്ങളാരെയും ക്ഷണിച്ചിട്ടില്ല. ഒരു കാര്യം ഇതൊക്കെ മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ്. ഈ ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കുത്തുക എന്ന് പറയില്ലേ, അതുപോലുള്ള ചോദ്യങ്ങളാണ് വേണ്ട. ഞാൻ അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ക്ഷമിക്കണം. പക്ഷെ പറയാം, അതിനേക്കാൾ നല്ലൊരു വിശേഷണം കാണുന്നില്ല. അതുകൊണ്ടാണ്. നോക്കൂ, ഞങ്ങളൊരു നയം പ്രഖ്യാപിച്ചു. ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനി അപേക്ഷ സമർപ്പിച്ചു. ഞങ്ങളുടെ മുമ്പിൽ ആ അപേക്ഷ പരിശോധനയുടെ വിവിധ ഘട്ടങ്ങൾ കഴിഞ്ഞ് വന്നു. അത് അനുവദിക്കാവുന്നതാണ്, നിയമാനുസൃതമാണ് എന്ന് അവരുടെ പ്രപ്പോസൽ കണ്ടു, അംഗീകരിച്ചു. അതാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. അതിന് ബാക്കി കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ആ അനുമതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രാരംഭാനുമതിയാണ്, എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് എന്നാണ്. മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. പറഞ്ഞ കാര്യം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിഗ്വിജയ് സിംഗിനും അമരീന്ദർ സിംഗിനും ഭൂപീന്ദർ ഹൂഡയ്ക്കും ഒക്കെ അവിടെ നിയമാനുസൃതമായ നടപടിയെടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ആ പ്രശ്നമില്ല. അവരെന്തെങ്കിലും നിയമവിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിയമവിരുദ്ധതയെ നേരിടാൻ അല്ലെങ്കിൽ അവർക്ക് നടപടിയെടുക്കാൻ പറ്റാത്ത കമ്മിറ്റ്മെന്റ് ഉണ്ടായി കാണും. അതുകൊണ്ട് അവരുടെ ശീലം വെച്ച് ഞങ്ങളെ അളക്കരുതെന്ന് പറഞ്ഞത് ഉണ്ടെങ്കിൽ എനിക്കറിഞ്ഞൂടാ. ഇവര് കോൺഗ്രസ് അങ്ങനെ പറയുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ടായിരിക്കും. ഞാൻ അത് നിങ്ങൾ ചോദിക്കട്ടെ, എന്തായാലും ചോദിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ചോദിക്കുമ്പോൾ പറയാം എന്ന് കരുതിയാണ് ആദ്യം പറയാതിരുന്നത്. 2022 ജൂൺ 13 മലബാർ ഡിസ്റ്റിലറീസിന് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിനുള്ള 5 ലൈൻ IMFL കോമ്പൗണ്ടിങ് ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ടിലിംഗ് യൂണിറ്റ് സ്ഥാപിക്കാനുള്ള അനുമതി കൊടുത്തു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടും രണ്ടാണ്. മലബാർ ഡിസ്റ്റിലറി ചെയ്യുന്നതല്ല ഇവിടെ ചെയ്യുന്നത്. പ്രാഥമികമായിട്ടുള്ള ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? കേരളത്തിൽ ഒരു ഡിസ്റ്റിലറിയും എന്തുണ്ടാക്കുന്നില്ല? സ്പിരിറ്റ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടല്ലേ മുഴുവൻ സ്പിരിറ്റും പുറത്തുനിന്ന് വരുന്നത്. ഇവിടെ ബ്ലെൻഡിങ്ങും ബോട്ടിലിംഗുമാണ് നടക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത് സ്പിരിറ്റ് കലർത്തുന്നു, പിന്നെ കുപ്പിയിലാക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ബാക്കി മുഴുവൻ പുറത്തുനിന്നാണ് വരുന്നത്. ഇവിടെയും മലബാർ ഡിസ്റ്റിലറിക്ക് അനുവദിച്ചിട്ടുള്ളത് എന്താ? ബ്ലെൻഡിങ് ആൻഡ് ബോട്ടിലിംഗ് പ്ലാന്റാണ്, യൂണിറ്റിനുള്ള അനുമതിയാണ്. സ്പിരിറ്റ് ഉണ്ടാക്കാനുള്ളതല്ല. ഇവർക്ക് കൊടുത്തിട്ടുള്ളത് എന്താ? സ്പിരിറ്റും എത്തനോളും ഉണ്ടാക്കാനുള്ളതാണ്. അതാണ് പ്രധാനം. പിന്നെ ഇതിന്റെ വിശദാംശങ്ങൾ മുഴുവൻ പറയാം. 25.9 കോടി രൂപയുടെ പ്രപ്പോസൽ 2024 ജൂലൈ 10 ആ പ്രപ്പോസലിന് ഭരണാനുമതി കൊടുത്തു മലബാർ ഡിസ്റ്റിലറിയുടെ. സാങ്കേതിക അനുമതി നൽകുന്നതിന് ടാക്സസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി ടെക്നിക്കൽ സാങ്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. അവർ വൈകാതെ കെല്ല് സമർപ്പിച്ച പ്രപ്പോസൽ പരിശോധിക്കുന്നതിനായിട്ട് യോഗം ചേരും. സമിതിയുടെ ശുപാർശ അനുസരിച്ച് സാങ്കേതിക അനുമതി നൽകും. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേജ്. നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിട്ടാണ്. അല്ല, ഇതിന് ഈ നടപടിക്രമങ്ങൾ പാലിക്കാനുള്ള വൈകല്യമുള്ളൂ. നടപടിക്രമം ഇതിപ്പോ നിങ്ങൾ പറയുന്നത് പോലെയല്ല. ഇവരുടെ പ്രപ്പോസൽ വന്നിട്ട് എത്ര കാലമായി? പ്രപ്പോസലിന് പ്രാരംഭാനുമതി കൊടുക്കാനും ഈ സമയം എടുത്തിട്ടുണ്ടല്ലോ. പ്രാരംഭാനുമതി കൊടുക്കാനും സമയം എടുത്തിട്ടുണ്ട്. എന്റെ അതിന്റെ നാൾവഴികളുണ്ട് ഇവിടെ. അല്ലാണ്ട് ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ നിന്ന് ഒരു അപേക്ഷ എഴുതി വാങ്ങി പിറ്റേ ദിവസം മന്ത്രി കൊണ്ടുപോയിട്ട് ക്യാബിനറ്റിൽ വെച്ചു എന്നൊക്കെ ശ്രീ VD സതീശന് പറയാം. പക്ഷെ രമേശ് ചെന്നിത്തല മന്ത്രി ആയിരുന്നിട്ടുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഇത് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് തോന്നലുണ്ടാവും എന്ന് അദ്ദേഹം ആലോചിക്കണ്ടേ? അങ്ങനെയല്ലല്ലോ. ഏതാണ്ട് 1.5 വർഷത്തോളം സമയമെടുത്തിട്ടല്ലേ പ്രാരംഭാനുമതി കൊടുത്തത്. പ്രാരംഭാനുമതിയാണ്. ഇവിടെ അങ്ങനെയല്ല, ടെക്നിക്കൽ സാങ്ഷൻ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. പിന്നെ മലബാർ ഡിസ്റ്റിലറിക്ക് മദ്യം നിർമ്മിക്കാനുള്ള അനുവാദം നൽകിയിട്ടില്ല എന്നുള്ളതാണ് പുതിയൊരു വ്യാജ പ്രചരണം. പിന്നെ എന്തിനാ ഡിസ്റ്റിലറി? ഞാനിവിടെ കൊടുത്ത അനുമതി എന്താന്ന് പറഞ്ഞു? ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ടിലിംഗ് യൂണിറ്റിനുള്ളതാണ്. മദ്യം നിർമ്മിക്കാൻ അനുമതിയില്ല എന്ന് പ്രചരിപ്പിക്കുകയാണ്. അപ്പോ ഡിസ്റ്റിലറി നിർമ്മാണം പൂർത്തിയായാൽ മദ്യം നിർമ്മിക്കും. ജവാൻ ഉൽപ്പാദിപ്പിക്കുന്ന മലബാർ ഡിസ്റ്റിലറിക്ക് വെള്ളം കൊടുക്കാൻ ജലസേചന വകുപ്പിന് കഴിയുന്നില്ല. വേറൊരു നോണ. ഒന്നാമത് ജവാനാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. അല്ല, ഇവിടെ അത് അന്തിമ തീരുമാനമൊന്നും അക്കാര്യത്തിൽ എടുത്തിട്ടില്ല. ജവാൻ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവല്ല ഷുഗേഴ്സിലാണ്, ട്രാവൻകൂർ ഷുഗേഴ്സിലാണ് തിരുവല്ലയിലെ. അവിടെ വെള്ളത്തിന്റെ പ്രശ്നമില്ല. അവിടെ ഉൽപാദനം നടക്കുന്നുണ്ട്. ഇടയ്ക്കൊരു പ്രശ്നം വന്നത്
ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന്റെ ലഭ്യതയാണ്. സ്പിരിറ്റിന്റെ ലഭ്യത കുറവ് മൂലം ഒരു പ്രശ്നം വന്നു, അത് പരിഹരിക്കാനാണ്. ഇടക്കാലത്ത് ഒരു പ്രശ്നം നമ്മൾ നേരിട്ടല്ലോ, സ്പിരിറ്റ് വരുന്നതിൽ ഒരു തടസ്സം വന്നപ്പോൾ ഒരു പ്രയാസമുണ്ടായി. ഇനി ആ പ്രശ്നം വരില്ല, ഇവിടെ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്.